സീസൺ 7 ടോപ്പ് 3 ആരായിരിക്കും? ടോപ്പ് 3 ഒന്ന് മോഹൻലാൽ, ഒന്ന് സർഗോ, ഒന്ന് അഞ്ജന നമ്പ്യാർ. ഷോനെ കുറിച്ച് പറയണം, ഷോ ആയിരിക്കണം. ഈ പാറ്റേൺ അവർ ഇപ്രാവശ്യം പിടിക്കാൻ നോക്കിയോണ്ടാണ് ഈ ഒരു സെലക്ഷൻ വന്നത്, ഈ ഒരു കോൺസെപ്റ്റ് വന്നത്. ഇതിൽ എനിക്ക് ഉറപ്പാ ലാസ്റ്റ് വരെ പോയാലും നിങ്ങൾക്കൊരു രാജാവിനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ മറ്റേ രാജാവ് പരിവേഷം ഉണ്ടാവില്ല. ഉണ്ടാക്കിയ രാജാവ് ഉണ്ടല്ലോ കപ്പ് പിടിച്ചത് സീസൺ 6 സീസണെ കൊലച്ചോളഞ്ഞ രാജാവ്. നിങ്ങളുടെ സ്കൂൾ ലീഡറിനെ പറ്റി പറയാത്ത എന്തുകൊണ്ടാണ്? എന്റെ സ്കൂൾ ലീഡറിനെ കുറിച്ച് പറഞ്ഞാലേ എന്റെ വായിലിപ്പോ നിങ്ങൾ ബീപ്പടിച്ച് തരും സാധനം നിർത്തി പോകേണ്ടി വരും. ഈ ഇടയ്ക്ക് മറ്റേ അക്ഷയ് കുമാർ വന്നു വീഡിയോ. ഇതിനൊന്നും നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലേ? ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലേ? ജാസ്മിൻ ജാഫർ വന്നതാണോ നിങ്ങൾക്ക് പ്രശ്നം? പിന്നെ കുളത്തിൽ ജാസ്മിൻ പോയി കാലിട്ടത് കഴുകാനല്ല, കാലിട്ടത് ഇട്ടു കഴിഞ്ഞു. അത് വിചാരിച്ചിട്ട് കൃഷ്ണൻ നടന്ന് ഇറങ്ങി ഓടൂ. ഇത് പേരാണ് പ്രശ്നം, ചെയ്യുന്ന അറിയുന്നതാണ് പ്രശ്നം, അതിന്റെ പേരാണ് പ്രശ്നം. ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് പ്രശ്നം. അതിന് ഒരു സീതാലക്ഷ്മി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ കണ്ടസ്റ്റൻസിനെ മേയ്ക്കാൻ ഇതിന്റെ ഷോ ഡയറക്ടർ വെള്ളം കുടിക്കുന്നുണ്ട്. കാരണം എന്താ, അനീഷ് ഒരു ടാസ്ക് ചെയ്യാൻ സമ്മതിക്കില്ല. മോർണിംഗ് ടാസ്കിന് വിളിച്ചാൽ അനീഷ് എനിക്ക് പറയണം. ഇതൊരു 3/4 മണിക്കൂർ. ഇത് എവിടെ എഡിറ്റ് ചെയ്യും, ഇത് എവിടെ വെക്കും, അതും പറ്റില്ല. അനുമോള് വായ ഓർന്ന മറ്റേ കുല പ്രോ വേർഷൻ ജിൻഡോ. അയ്യോ മാറിപ്പോയി, സോറി. സദാചാരമാണ്. അയ്യോ സദാചാരം ഉണ്ടോന്നോ? മെയിൻ ആയിരുന്നില്ലേ? അല്ലല്ല, അയക്കുണ്ടായിരുന്നു. അയാൾ ഭയങ്കര സദാചാരം പറഞ്ഞിരുന്നു. സ്വന്തം ജീവിതത്തിൽ സദാചാരത്തിന്റെ സാവോട്ട് ജാബോരില്ല, ജാരനുണ്ടാവും ചിലപ്പോൾ അയക്ക്. നല്ല എഫേർട്ടായിരുന്നു അത്. ഫോർ മീ കൺസെപ്റ്റ് നല്ല കൺസെപ്റ്റാണ്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവരതിൽ അപ്ലൈ ചെയ്ത ഒരു പാറ്റേൺ ഉണ്ട്. ഈ കണ്ടസ്റ്റൻസിനെ വിളിച്ചെടുത്ത ഒരു പാറ്റേൺ, പല ഏജ് ഗ്രൂപ്പിൽ നിന്ന് പല ആളുകൾ, അത് വർക്കായില്ല. ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻസിനോട് പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്, അതിന് മുമ്പും ശേഷവും എന്നുള്ളത്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യം പറയാൻ പറ്റുന്ന പേരുകളിൽ ഒന്ന് മുമ്പും ശേഷവും ഉള്ള രൂപമുണ്ട്. പക്ഷെ അത് ഏത് വേർഷനിലാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലിരിക്കുന്നത് എന്നുള്ളത് കണ്ടറിയണം, ചോദിച്ചറിയണം. സ്വാഗതം സീക്രട്ട് ഏജന്റ്. നമസ്കാരം. ആക്ച്വലി സീക്രട്ട് ഏജന്റ് ആണോ അല്ലെങ്കിൽ സായിയാണോ കണ്ണനാണോ, ആരാണിപ്പോൾ? സ്വിച്ച് ഇട്ട് വെച്ചോലെ നിങ്ങൾക്ക് ആവശ്യമില്ല, അത് ഡെലിവറി ചെയ്യുന്നു. ഏതിലോട്ട് വേണമെങ്കിലും മാറാന്നുള്ളൊരു സാധനം. അപ്പോൾ ഇപ്പം ശരിക്കും വന്നു നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു പരകായ പ്രവേശം സംഭവിച്ചു കഴിഞ്ഞു, പഴയൊരു വേർഷനിലോട്ട് ആവുന്നു എന്നുള്ളത്. ഈ ഇടയ്ക്കിടയ്ക്ക് പഴയ വീഡിയോസ് കുത്തി പൊങ്ങുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് പൊതുവെ, നീ കാറിലിരിക്കുന്നതാണ് നല്ലതെന്നുള്ളത്. ഈ കാറിലിരിക്കുമ്പോൾ കിട്ടുന്നൊരു എനർജി എന്താണ്? പണ്ട് മറ്റേ പപ്പയുടെ ഇതിലെ ചീര കഴിക്കുമ്പോൾ വരുന്നൊരു ഇതുണ്ട്. കാറിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നൊരു മാജിക് എന്താ ശരിക്കും? മാജിക് ഒന്നുമില്ല, എനിക്ക് കംഫർട്ടബിൾ അതാണ്. ആ സോണാണ് കംഫർട്ട്. രോഹൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ രോഹൻ ഭയങ്കര കംഫർട്ടബിൾ അല്ലേ? ഇതന്നെ കയറിയിട്ട് KSRTC ബസ്സിലോ മറ്റേ റോഡ് നടുവിൽ എടുക്കാൻ പറ്റില്ലല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് സംസാരിക്കുമ്പോൾ എപ്പോഴും അവിടെ എനിക്ക് കാറാകുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആണ് കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിത് മാറി ഇല്ല, അങ്ങനെ ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചാൽ പൈസ കുറയല്ലോ. അതായത് ഞാൻ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ രാവിലെ ഞാൻ നോക്കുമ്പോൾ പൃഥ്വിരാജിന്റെ ദുൽഖറിന്റെ വീട്ടിൽ കാറിന്റെ റൈഡ് ഇഷ്യൂ, ഞാനതൊരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനിതൊരു 4 മണിക്കൂറേ ഉണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇത് എനിക്ക് കണ്ടു 1/2 മണിക്കൂറിൽ ഞാൻ അതിനെ കുറിച്ചൊരു ബേസിക് സ്റ്റഡീസ് നടത്തി ഇതിന് മുന്നൊരു കണ്ടന്റുമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഡാറ്റാസ് എൻ്റെ തന്നെ കാണുമല്ലോ. വർഷങ്ങളായി കുറച്ച് ഈ പരിപാടി ചെയ്യുന്നതുകൊണ്ട് അതായിട്ട് കണക്ട് ആവണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇല്ലെങ്കിൽ ഇനി ഇതിന്റെ എന്തെങ്കിലും ഒരു സോഴ്സ് എടുക്കുകയാണെങ്കിൽ ചെയ്തിട്ട് ഒരു വിത്തിൻ 1 hour 1/2 hour എനിക്ക് എന്ത് ചെയ്യാം, കണ്ടന്റ് ഡെലിവർ ചെയ്യാം. കാറിനകത്താണെങ്കിൽ ഈസിയാണ്. നമ്മൾ എന്തെങ്കിലും അഭിപ്രായങ്ങളിൽ, വിഷയങ്ങളിൽ അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഈ അഭിപ്രായങ്ങൾ ആശയപരമായിട്ട് മാത്രമാണോ എതിർപ്പുള്ളത്, അതോ വ്യക്തിപരമായിട്ട് മാറാറുണ്ടോ? അത് ഏതെങ്കിലും വിഷയം ചില സാഹചര്യത്തിൽ വരും, ചില ആളുകളോട് ചില സാഹചര്യത്തിൽ ഉണ്ട്. പക്ഷെ റയറാണ്. എനിക്ക് അങ്ങനെ വിരലെണ്ണാവുന്നവരോട് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളുള്ളൂ. അല്ലാത്ത പക്ഷം ഞാനൊക്കെ ആ ഒരു ടോപ്പിക്കിന് മുകളിൽ നിർത്തും. ഈ പലപ്പോഴും ഈ ആശയപരമായിട്ടുള്ള എതിർപ്പ് എന്ന് പറയുമ്പോഴും സായി സംസാരിച്ചുള്ള വ്യക്തികളിലൊക്കെ ഇപ്പോൾ അഖിൽമാരാറാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉണ്ണിമോഹനാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അവസാനം എന്നുള്ള രീതിയിലേക്ക് ബിഗ് ബോസിൽ മസ്താനാണെങ്കിൽ പോലും ഇതിനപ്പുറത്തേക്ക് ഒരു സൈഡ് സംസാരിക്കാൻ സായി തയ്യാറാവുന്നുണ്ട്. അവിടെ ഒരു പക്ഷേ കാണുന്ന ഓഡിയൻസിന് ഇവൻ അന്ന് അങ്ങനെ പറഞ്ഞതല്ലേ, ഈ അഭിപ്രായങ്ങളിൽ നിന്ന് മാറ്റി ഇത് വ്യക്തിയെക്കുറിച്ചും കൂടി പറഞ്ഞല്ലേ, പിന്നെ എങ്ങനെ മാറ്റി പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയുള്ള ഒരു എത്തിക്സ് ഉണ്ട്. ഞാൻ ഈ അഭിപ്രായം ഇനി ഇപ്പുറത്തോട്ടും നല്ലത് സംഭവിക്കുമ്പോൾ എത്തിക്സിനേക്കാൾ ഉപരി എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നമുക്ക് നിലനിന്ന് പോകണം. എക്സിസ്റ്റൻസ് ആണ് മെയിൻ. ഇപ്പോൾ ഒരു ന്യൂസ് ചാനൽ നിങ്ങൾ നോക്ക്, എന്നും ഒരു സൈഡ് മാത്രം കൊടുത്തു പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ പാർട്ടി ഫണ്ടഡ് ചാനൽ, അല്ലെങ്കിൽ റിലീജിയസ്ലി ഫണ്ടഡ് ചാനൽ, അതിന് മാത്രമേ അതിൻ്റെ എക്സിസ്റ്റൻസ് ഉള്ളൂ. നിങ്ങളല്ലാത്ത ഒരു എന്താ പറയുക, ഒരു പ്യുവർ ന്യൂസ് ചാനലായിട്ട് നിൽക്കുന്ന ഒരു ചാനലിന് എല്ലാ സൈഡും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്.
സെയിം അതന്നെ നമുക്ക് അല്ല ശരിക്കും ഈ രണ്ട് സൈഡും നമുക്ക് വേണം എന്നുള്ളതാണോ, അതല്ലെങ്കിൽ ഇവരുടെ അഭിപ്രായങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് ആശയത്തിനോട് യോജിക്കുന്നതാണോ, എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? ആശയമാണ് മെയിൻ. ആണ് ആശയം എന്ന് പറഞ്ഞൊരു കാര്യം നമുക്കുണ്ടല്ലോ, ഒരു തോട്ട് വരുമല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം കണ്ടു കഴിഞ്ഞ് എനിക്കതിലൊരു തോട്ടുണ്ട്. എൻ്റെ തോട്ട് ആദ്യം ഞാൻ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ ആ വ്യക്തിയുടെ സൈഡ് അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകളുടെ സൈഡും പറയും, എനിക്ക് കിട്ടിയ അവൈലബിലിറ്റി അനുസരിച്ചിട്ട്. ചിലപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാവും അതിൻ്റെ അതർ സൈഡ് വരുന്നത്. അപ്പോൾ അത് എത്തിക്കുക എന്നുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ചെയ്തേ പറ്റൂ, എന്നാലേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, 3 വർഷമായി, 2.5-3 വർഷമായി പറയാൻ മാത്രം വലിയ ഗ്രാവിറ്റിയിലുള്ളൊരു കേസോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഈ കണ്ടന്റ് ചെയ്ത ഒരു എയർപോക്കോ ഞാൻ പോയിട്ടില്ല. ബിഗ് ബോസ് പോയ ഒരു എയർപോക്ക് മാത്രമാണ് ഇന്ത്യയിൽ മെയിൻ ആയിട്ടുള്ളത്. അല്ലാത്ത പക്ഷെ ഒരു കണ്ടന്റ് ചെയ്ത് ഞാൻ അങ്ങനെ എയർ പിടിച്ചിട്ടില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന കണ്ടന്റിലുള്ള വ്യക്തികളോട് ഞാൻ എപ്പോഴും എനിക്കൊരു നല്ല സ്പേസ് ഉണ്ട്, അവരുടെ നല്ല റിലേഷൻ ഉണ്ട്. ഞാൻ ഇന്ന് വന്നിട്ട് ഇപ്പോൾ ലെറ്റ്സ് മസ്താനി തന്നെ, ഞാൻ വന്നിട്ട് ബിഗ് ബോസ് കയറിയ സമയത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. കഴിഞ്ഞിറങ്ങി ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്, നോ വറീസ്. അഖിൽമാരാണെങ്കിലും സെയിം ആണ്. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഇവൻ ഇന്നലെ അഖിൽമാരെ കുറിച്ച് വർത്താനം പറഞ്ഞാൽ നാളെ നോക്കുമ്പോൾ ഇവ അഖിൽമാരെ ഒപ്പം നിൽക്കുന്നുണ്ട്. അത് ഞാൻ അവരെ കാര്യം ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഈ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ള പേടിച്ചിട്ട് പറയാതിരിക്കാറുണ്ടോ? ഇല്ല. സൗഹൃദങ്ങളിലും എതിർക്കേണ്ട സമയങ്ങളിൽ ഞാൻ എന്നും ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ ചിലപ്പോഴൊക്കെ വന്നിട്ട് പറയും സുഹൃത്തായതുകൊണ്ട് നീ പറഞ്ഞു, അത് അവരുടെ ഒരു പ്രീ ജഡ്ജ്മെന്റ് ആണ്. മാരാർ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ജാസ്മിൻ പറഞ്ഞു, ആ പറഞ്ഞതിനെ ജാസ്മിൻ അതിൽ ഖേദം പ്രകടിപ്പിച്ചു. അത് അവിടെ തീരേണ്ട കാര്യമാണ്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജാസ്മിൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം എന്താ പറയുക, സായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിന് യോജിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പലപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ഒരു മതവും അപ്പുറത്തൊരു മതത്തിൻ്റെ സ്വാതന്ത്ര്യം എത്രത്തോളം പരിമിതി ഉണ്ടെന്ന് കണക്ട് ചെയ്ത് കമ്പാരിസൺ നടത്തിയിട്ടും പറയുന്നുണ്ടാവുക. ഗുരുവായൂർ വിഷയത്തിൽ സത്യത്തിൽ എന്താ നിലപാട്? ഞാൻ എല്ലാ ഈ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യത്തിലും ഞാൻ പറയുന്ന ഒരു സംഗതി ഉണ്ട്, മോർ ദാൻ റിലീജിയൻ, മോർ ദാൻ ഗോഡ്. ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ സംഭവിക്കുന്നത് അതല്ല. ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ഒരു തമിഴ് യൂട്യൂബർ ടി എന്തോണം അവൻ്റെ പേര്, അവൻ്റെ കല്യാണമാണ്. അവൻ ആ പെൺകുട്ടീൻ്റെ ഫേസ് റിവീൽ ചെയ്യാൻ റെഡിയല്ല. പെർമിഷൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോഗ്രാഫി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ഗുരുവായൂർ വന്നിട്ടാണ് കല്യാണം കഴിച്ചത്. N നമ്പർ ഓഫ് റീൽസാണ് ഇറങ്ങിയിട്ടുള്ളത്, സെയിം നടപ്പന്തൽ, സെയിം സ്ഥലങ്ങൾ എല്ലാം. ഈ ഇടയ്ക്ക് മറ്റേ അക്ഷയ് കുമാർ വന്ന വീഡിയോ. ഇതിനൊന്നും നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലേ? ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലേ? ജാസ്മിൻ ജാഫർ വന്നതാണോ നിങ്ങൾക്ക് പ്രശ്നം? പിന്നെ കുളത്തിൽ ജാസ്മിൻ പോയി കാലിട്ടത് കഴുകാനല്ല, കാലിട്ടത് ഇട്ടു കഴിഞ്ഞു. അത് വിചാരിച്ചിട്ട് കൃഷ്ണൻ നടന്ന് ഇറങ്ങി ഓടൂ. ഇവരെന്ത് ലോജിക്കാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ശബരിമല ഇഷ്യൂ നടക്കണു, സർക്കാർ ഫണ്ടഡായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ദേവസ്വം ബോർഡ് നടത്തുന്നോ, ഏത് രീതിയിലും അത് എടുക്കാം. പൊളിറ്റിക്കൽ ഗിമിക്കാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലാതെ പിണറായി വിജയന് അയ്യപ്പനോടുള്ള ഭക്തിമുക്തി ചെയ്യുന്ന പരിപാടിയാണെന്നുള്ളത് ചിലർ പറയുന്നുണ്ട്, ചിലർ അതല്ല എന്ന് പറയുന്നുണ്ട്. ബേസിക്കലി എന്താ ആവശ്യം? ഒരു അമ്പലത്തിന് എന്താ ആവശ്യം? ഡിവൈൻ ആംബിയൻസ് ആണ് ഒരു അമ്പലം, പള്ളി, ഇതിനൊക്കെ ആവശ്യം ഒരു ഡിവൈൻ ആംബിയൻസാണ്. ഡിവൈൻ ആംബിയൻസിലാണോ നമ്മളെ നാട്ടിലുള്ള എല്ലാ? പക്ഷേ ഈ പലപ്പോഴും ചില മതവിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടേതായിട്ടുള്ള ഇത് തകർക്കാനോ അല്ലെങ്കിൽ അതിന്റെ അനുഷ്ഠാനങ്ങളോ കാര്യം. ഇപ്പൊ ജാസ്മിൻ അവിടെ വന്നു ഇതാക്കി ദർശനം നടത്തി, പലരും ഇതുപോലെ റീൽ ചെയ്യാറുണ്ട്. കുളത്തിൽ വന്നു കാല് അല്ലെങ്കിൽ കഴുകി അല്ലെങ്കിൽ കാല് എന്താ പറയാ പ്രവേശിച്ചു എന്നുള്ളതാണ് ഒരു വിഷയത്തിൽ വിഷയമാക്കി. പലപ്പോഴും അതിനൊപ്പം ചേർത്തേക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിങ്ങളെ തന്നെ പള്ളിയിൽ കയറ്റുമോ, സ്ത്രീകളെ കയറ്റുമോ എന്നുള്ള ചോദ്യമാണ് അതിന്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ വഴിയുണ്ടോ സ്ത്രീകൾക്ക് കയറാൻ? പള്ളി കയറ്റില്ല എന്നാ പറഞ്ഞു. ഞാൻ മലപ്പുറത്ത് വരുന്ന ആളാ, ഞാൻ കാണാറുണ്ട് സ്ത്രീകൾക്ക് കയറാം, ബാക്കിൽ സെപ്പറേറ്റ് വേ ഉണ്ട്, പള്ളിയിലോട്ട് പ്രവേശിക്കാൻ പറ്റും, നിസ്കരിക്കാൻ പറ്റും. പിന്നെ അവർക്ക് ബാക്കിൽ വഴിയുണ്ട് ബ്രോ. പിന്നെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ? ചില വിഭാഗത്തിലില്ല, എല്ലായിടത്തും അതില്ലല്ലോ. ഇപ്പൊ പല അമ്പലക്കുളങ്ങളിലും അല്ലെങ്കിൽ എന്താ പറയാ പല അമ്പലങ്ങളിലും പ്രവേശിക്കുന്ന പ്രശ്നമില്ലാത്ത അമ്പലങ്ങളുണ്ട് അല്ലെ? ഇതേ അമ്പലക്കുളത്തിലാണ് ഇപ്പൊ വേറൊരു സ്ത്രീ പീരിയഡ്സ് ഉള്ള സമയത്ത് അമ്പലത്തിൽ കയറ്റുമോ? ഇല്ല. പുണ്യമാണ് അമ്പലം പുണ്യമാണെങ്കിൽ അമ്പലക്കുളം പുണ്യം എന്നാ പറയുന്നത്. പീരിയഡ്സ് ഉള്ള സമയത്ത് പെൺകുട്ടികൾ അമ്പലക്കുളത്തിൽ ഇറങ്ങാറില്ലേ? എത്രയോ പേര് ഇറങ്ങാറുണ്ടാവും. അതിനൊക്കെ ഒരു നമ്പർ ഉണ്ടോ? ഇത് അറിയുന്നതാണ് പ്രശ്നം, അവരുടെ പേരാണ് പ്രശ്നം. ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് പ്രശ്നം. അതിനൊരു സീതാലക്ഷ്മി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. സിമ്പിൾ അല്ലേ കാര്യം? ഇപ്പോൾ ശരിക്കും മതവിശ്വാസങ്ങളിലെ അല്ലെങ്കിൽ അഹിന്ദുക്കൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെയാണ്. ഈ അഹിന്ദുക്കൾക്ക് കയറാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ളത് അറിയിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ബോർഡ് ഡിക്ലറേഷൻ അത് നോക്കാനുള്ള ആളുകൾ ഇമ്പോർട്ടൻ്റ് ആണോ? കോടിക്കണക്കിന് ഫണ്ട് വരുന്ന ഒരു സ്ഥലമല്ലേ, അതിനുള്ള ആൾക്കാരെ വെച്ചുകൂടെ? അവയർനെസ് കൊടുത്തൂടെ? ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യം? പക്ഷേ ആ പേരാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ സീതാലക്ഷ്മി ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. ഇപ്പോൾ അതിന് പകരം മുസ്ലിം യുവാവല്ലാത്ത ഒരാൾ വേറെ ഹിന്ദു നെയ്മോ ക്രിസ്ത്യൻ നെയ്മോ ഉള്ള ഒരാളാണെങ്കിൽ മുസ്ലിം പള്ളിയിൽ കയറ്റുമോ?
ഞാൻ പറയാം എല്ലാ മതത്തിലും പ്രശ്നങ്ങളുണ്ട്. ഞാൻ മുസ്ലിമിനെ എന്നല്ല, ഞാൻ ഈ വിഷയത്തിൽ ജാസ്മിൻ്റെ കാര്യത്തിൽ സംസാരിച്ചു. ഇതേ സാധനം മുസ്ലിം മതത്തിൽ നടക്കുമ്പോൾ ഞാൻ അവിടെയും പറയാമല്ലോ. ഞാൻ മലപ്പുറത്ത് വരുന്ന ഒരാളാണ്. എൻ്റെ നാട്ടിൽ ഞാൻ കാണുന്നത് എന്താ, ഒരേ കല്യാണ വീട്, ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളൊരു ഭാഗത്ത് ആണുങ്ങളൊരു ഭാഗത്ത് ഒരു മറ കെട്ടിയിട്ടുണ്ടാവും. ഞാൻ അവിടെ പോയിട്ടും ഞാൻ പറയാറുണ്ട്, എനിക്കിത് ബേസിക്കലി എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഈ ഒരു ഓർത്തഡോക്സ് സാധനം കണ്ടു വളർന്ന ഒരാളാണ്. എൻ്റെ അമ്മമ്മ എന്നില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ അമ്മമ്മേനെയാണ്. പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ. എൻ്റെ അമ്മമ്മേനെ ഞാൻ കണ്ണിൽ കണ്ടിട്ടുള്ളത്, ഗേറ്റ് കടന്ന ഒരാൾ വരുമ്പോൾ ആദ്യം ചോദിക്കും, കണ്ണാ എൻ്റെ ഫ്രണ്ട് മുസ്ലിമാണോ ഹിന്ദു ആണോ? നീ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ നായരാണോ? അടുത്ത ചോദ്യം, ഈ നായരാണെന്ന് പറഞ്ഞാൽ ഓ കമ്മ്യൂണിസ്റ്റുകാരനാണോ? ഞാൻ ഇത്രയും എക്സ്ട്രീം സാധനം വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ വന്ന ഒരാൾ കുടിച്ചൊരു ഗ്ലാസ് പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു തറവാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റൂ. പിന്നെ ഗ്ലാസ് വേണ്ട അവിടെ, നായരാണെങ്കിൽ ഓക്കെ, നായരല്ലെങ്കിൽ ഗ്ലാസ് പുറത്തൊടിയിലാണ്. ഞാനിത് കണ്ടു വളർന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ അമ്മമ്മേനെ കണ്ടത് ഇത്രയും മതവിശ്വാസം. സായിബാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട്ട് കള്ളനെ എടുത്ത് തലയിൽ വെച്ചിട്ട് അയാളെ പേരും എനിക്ക് കിട്ടുന്നു, സായി എന്ന് പറഞ്ഞിട്ട്. ഭജന വീട്ടിൽ നടത്തി മുടിഞ്ഞ അമ്മമ്മ. ഓരോ ബർത്ത്ഡേക്കും ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ടാണ് അമ്മമ്മ ഭജന നടത്തിയിട്ടുള്ളത് എൻ്റെ അറിവിൽ. അങ്ങനെ ഒരു പേര് കിടന്നത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് പേര് മാറ്റാൻ എങ്ങനെ പറ്റും? അമ്മമ്മയ്ക്ക് അൽഷിമേഴ്സ് ആയിരുന്നു. അമ്മമ്മയ്ക്ക് എനിക്ക് ബോധം വെച്ച സമയത്തും അമ്മമ്മയുടെ ബോധം അറിയുന്നതിൻ്റെ സമയത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പേര് മാറ്റട്ടെ? ഇല്ല മാറ്റരുത് കണ്ണാ, മാറ്റരുത്. ഇത് ചെവിയിലിരിക്കല്ലേ, ഇതാ തുടങ്ങിയത്. എൻ്റെ അമ്മമ്മേനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ബോധം വെച്ച സമയത്ത് എപ്പോഴെങ്കിലും എൻ്റെ ശബ്ദം ഉയർത്തി തുടങ്ങിയ സമയത്ത് എതിർത്ത് സംസാരിക്കും. നമ്മൾ പൊതു കാര്യങ്ങൾ വിഷയങ്ങൾ ഇടപെടുന്നുണ്ട്. നമ്മൾ ആദ്യം അവനവനിൽ തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാന്ന് പറയാറുണ്ട്. വീട്ടിലെതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? എത്ര വട്ടം. ഇപ്പോഴും ഞാൻ 2 ദിവസം കൂടി എൻ്റെ അമ്മേനോട് പറഞ്ഞുള്ള കാര്യമാണ്, നിങ്ങൾ ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ അമ്മമ്മ അൽഷിമേഴ്സ് വന്നിട്ട് വർഷങ്ങളോളം അപ്പയും മൂത്രവും സ്വന്തമായിട്ട് ബെഡിൽ പോയി അതിനാളെ വെച്ച് നോക്കി നരകിച്ചാൽ മരിച്ച എൻ്റെ അമ്മമ്മ. ഈ വിളിച്ച ദൈവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. എൻ്റെ അമ്മ വർഷങ്ങളായിട്ട് ബാധ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അതിനിടയിൽ നമ്മളെ ഡോഗനെ അമ്മേനെ കടിച്ച് ഇപ്പം അതിൻ്റെ വേദന നടക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് എനിക്ക് ദൈവമില്ല, വിശ്വാസമില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല ഇതുവരെ. ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് വന്നു. 24/7 ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, പ്രശ്നങ്ങൾ തീരുന്നില്ല, അസുഖം തീരുന്നില്ല. അപ്പോൾ ഈ ദൈവം എന്ന് പറഞ്ഞ ആസ്പെക്ട് നിങ്ങളെ കൊണ്ടുപോയി ചിന്തിപ്പിക്കുന്നത് പിന്നെ അസുഖത്തിലേക്കും പ്രശ്നത്തിലേക്കുമാണ്. ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഒരാൾ പോകണം എന്തിനാ? രാവിലെ പോയിട്ടേ കൃഷ്ണ സുഖാട്ടോ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ പറയാൻ പോണ എത്ര ആളുണ്ട് അമ്പലത്തിൽ? അങ്ങനെ പറയാനല്ല, പരാതികൾ പറയാനും അല്ലേ, ഇതിനല്ലേ പോണേ. അപ്പൊ ഈ പരാതിപ്പെട്ടി തുറക്കാൻ ഒരു സ്ഥലം, അപ്പൊ ഇത് നമ്മളെ ബോധർ ചെയ്യും കൂടുതലായിട്ട്. ഒരു ദൈവത്തിന് മുന്നിൽ പിന്നെ വളരെ അപൂർവം ഉപകാരസ്മരണൊക്കെ ചെയ്യുന്നവര് കഴിഞ്ഞിട്ട് അല്ല. ഞാൻ ചോദിക്കുന്നത് എത്രയേ ഉള്ളൂ, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ വളരെ സന്തോഷത്തിൽ പോകുന്നു, ഫിനാൻഷ്യലി ഫിറ്റാണ്, ഹെൽത്തിയാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ രാവിലെ അമ്പലത്തിൽ പോയിരുന്നിട്ട് ഭഗവാനെ എനിക്ക് നല്ല സുഖമാണ്, എനിക്കൊരു കുഴപ്പമില്ല, ഇങ്ങനെ പറയാൻ പോകുന്ന എത്ര പേരുണ്ട്? എല്ലാവരും പോകണം എന്തിനാ? എനിക്ക് പ്രശ്നമുണ്ടോ എന്ന് മാറ്റിത്തരണം. ഇത് വീണ്ടും ആ പ്രശ്നത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, അതെങ്ങനെ സോൾവ് ചെയ്യണം ചിന്തിക്കുന്നില്ല. ഇത് രാവിലെ കൊണ്ട് ദൈവത്തിന് ഇട്ട് കൊടുക്കും, എന്നിട്ട് താൻ പാതി ദൈവം പാതി എന്ന് പറയും. മുഴുവൻ താരം ഒരാൾക്ക് മനസ്സിലാവണില്ല. ഞാൻ അപ്പം അങ്ങനെ ചിന്തിക്കും, ഞാൻ വർഷങ്ങളായിട്ട് അങ്ങനെ ചിന്തിക്കും, ഞാനാണ് ഫുള്ള്, ഇന്നെ കൊണ്ടേ നടക്കൂ. അല്ലാതെ ഇതൊരു ദൈവം വന്നിട്ട് എന്ത് ചെയ്യില്ല, മാറ്റിത്തരാനും പോകുന്നില്ല, ഉണ്ടാക്കി തരാനും പോകുന്നില്ല. ഞാൻ ചെയ്യുള്ളത് ഞാൻ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിനെന്തിനാ വേറൊരു ദൈവത്തിനെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം? ശരിക്കും എന്ത് വേണം? മറ്റുള്ളവരുടെ മതത്തിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തിരുത്തുന്നതാണോ വേണ്ടത്, അതോ പരസ്പരം എല്ലാ മതങ്ങൾക്കും ബഹുമാനം കൊടുത്ത് അത് അവരുടെ ഇഷ്ടങ്ങളല്ലേ അങ്ങനെ പോകട്ടെ, ആ സൗഹൃദം നിലനിൽക്കുകയാണോ വേണ്ടത്? ഏതാ കുറച്ചുകൂടി ശരി? ഇവിടെ ഇതൊന്നും പോസിബിൾ അല്ല. കാരണം മതം ഇപ്പോൾ ബിസിനസ്സാണ്, അത് പൊളിറ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇറലവൻ്റ് ആണ്. ഞാൻ പലപ്പോഴായിട്ട് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ മനുഷ്യ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ ബേസിക്കലി ചെയ്യുന്നത് എന്താ? അയാളുടെ ലൈഫിൽ അയാൾക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യവും അയാൾ സ്വന്തം എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. നമ്മളും അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ ഓക്കെ. അല്ലാതെ ഞാനിപ്പോൾ ഈ പോയിട്ട് വേറെ മതത്തിൽ വിശ്വാസമില്ലാത്തവരങ്ങനെ, എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ പോകും. വിശ്വാസമുള്ള ഒരാൾക്ക് ബേസിക്കലി ഇവരിലേക്ക് കുത്തി വെക്കുന്ന വിഷമാണ് എന്ത്, ഈ പറഞ്ഞ അടുത്തോൻ്റെ മതം വിഷയമാണ്. സോ BB6 സീനിയർ നിലയിൽ 7 എങ്ങനെ നോക്കി? സീനിയർ ഒന്നുമല്ല, സീനിയർ നിലയിലേക്ക് എന്നാലും കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ സീനിയർ ആയാലും 7 എങ്ങനെ കാണുന്നു? 7 കോൺസെപ്റ്റ് ഈസ് ഗുഡ്, കണ്ടസ്റ്റൻസ് ആർ കൺഫ്യൂസ്ഡ്. ക്രൂ അവരുടെ പ്രൊമോ നിലനിർത്തി, ഐ മീൻ ആ സ്ട്രാറ്റജി, അതായത് നല്ല എഫേർട്ടായിരുന്നു അത്. ഫോർ മീ കൺസെപ്റ്റ് നല്ല കൺസെപ്റ്റാണ്.
പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവരതിൽ അപ്ലൈ ചെയ്ത ഒരു പാറ്റേൺ ഉണ്ട്. ഈ കണ്ടസ്റ്റൻസിനെ വിളിച്ചെടുത്ത ഒരു പാറ്റേൺ ഉണ്ട് പല ഏജ് ഗ്രൂപ്പിൽ നിന്ന് പല ആളുകൾ. അത് വർക്കായില്ല. എനിക്ക് തോന്നുന്നു സ്ഥിരം ഉണ്ടാവുന്ന കാറ്റഗറിയിൽ അല്ലേ ചിലർ വന്നിട്ടില്ല. ഇപ്പം അമ്മയൊന്നും വന്നിട്ടില്ല പ്രാവശ്യം അല്ലേ? അമ്മ റോൾ ചെയ്ത് അതായത് ഇവർ വന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു. അല്ല, ഇവർ പ്രതീക്ഷിച്ചത് എന്താ വെച്ചെങ്കിൽ ഇതിൽ വരുന്നവർ ഏതെങ്കിലും സ്ഥാനമൊക്കെ ഏറ്റെടുക്കും. ഓക്കെ, ആരും ഒന്നും ഏറ്റെടുത്തില്ല. ഇവർ 6 സീസൺ കണ്ടാ വരുന്നത്. പിന്നെ ബാക്കി ബിഗ് ബോസും കണ്ടു കാണും. ഇവരെല്ലാവരും മറ്റേ മൈൻഡാണ്, അടിച്ചു നിൽക്കണം. ഇതാണ് സംഗതി. പിന്നെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് തൊഴും. കാരണം ബിഗ് ബോസ് 1 കയറുമ്പോൾ ബിഗ് ബോസ് എന്താണെന്ന് അറിയാത്ത കണ്ടസ്റ്റൻസ് ഒക്കെ കയറി. അത് കഴിഞ്ഞ് 2, 3, 4, 5 വന്നപ്പോഴും 6 വന്നപ്പോഴും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ ബാക്കിക്ക് നോക്കി നമുക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം. 100 ദിവസത്തേക്കുള്ള ഡ്രസ്സും വാങ്ങി മേക്കപ്പും മേടിച്ച് ബിഗ് ബോസ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ പോയാൾക്ക് ഡ്രസ്സും ഇല്ല മേക്കപ്പും ഇല്ല, അവിടെ തളർന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ കേട്ടുകളും ഇല്ലാത്തൊരു പണിപ്പുര. കഴിഞ്ഞ ഞങ്ങൾക്കൊരു പവർ റൂം ഉണ്ടായിരുന്നു. പക്ഷെ അതും ബേസിക്കലി വേറെ കുറെ സീസണുകളിൽ പല ലാംഗ്വേജിലുള്ള ഒരു ചെറിയൊരു സാധനം അതിനകത്തുണ്ട്. മാത്രമല്ല സെയിം പാറ്റേൺ ആണ്. ഡെയിലി ടാസ്ക്, ഗ്രൂപ്പ്, അങ്ങനത്തെ എലമെന്റ് സെയിം, കോർ സാധനം സെയിം ആയിരുന്നു. ഇപ്രാവശ്യം ഡെയിലി ടാസ്കും ഇല്ല, മോർണിംഗ് ടാസ്ക് പേരിലൊരു സാധനം വെറുതെ ഇട്ടു കൊടുക്കുന്നു. ഇതൊരു സാധനം കൺഫ്യൂസിംഗ് ആണ് ഭയങ്കരമായിട്ട്. ബിഗ് ബോസേ കൺഫ്യൂസ്ഡ് ആണ്. ആദ്യം ഒരു പവർ കൊടുക്കും, പിന്നെ തിരിച്ചെടുക്കും. അത് തുടക്കത്തിലെ ക്യാപ്റ്റന്റെ കാര്യത്തിൽ തന്നെ പ്ലാൻ തെറ്റി. എല്ലാവരും ആരാക്കണ്ടെന്ന് പറഞ്ഞ ആളെ പിടിച്ച് തന്നെ ക്യാപ്റ്റൻ ആക്കണോടത്ത് ഇവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർക്ക് ബിഗ് ബോസ് ആണോ കൺഫ്യൂഷൻ കൊടുക്കണേ, അത് ഇവര് സ്വയം കൺഫ്യൂസ്ഡ് ആവണമെന്നൊന്നും ഒരു പിടുത്തവും ഇവർക്കില്ല. അതിൽ 100 ദിവസം തിരിച്ചു വരുന്ന ആള് നേരെ മെന്റൽ ഹോസ്പിറ്റലിൽ പോകാനല്ലേ, ആ രീതിയിൽ ബ്ലാങ്ക് ആവും. അങ്ങനെ തല പൊട്ടി പോവില്ലേ. ഒന്ന് ടാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ടാസ്ക് പിന്നെയും സുഖമായിട്ട് ചെയ്തിട്ട് പോകും. അപ്പം ഞങ്ങളെ സീസണിലൊക്കെ ഫിസിക്കൽ ടാസ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ എണീച്ചിട്ട് ബംഗാളി പണിക്കാരെ പോലെ ഇതായിരുന്നു പരിപാടി. ഇത് ടാസ്കും ഇല്ല, ഒന്നുമില്ല. ബിഗ് ബോസ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ഇപ്പോൾ ഓർഗാനിക്കലി ഒരു ബിഗ് ബോസ് ഷോനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരിക ഒരു ടാസ്കിനകത്തുനിന്ന്. ഒരു ടാസ്ക് കഴിഞ്ഞാലാണ് നീ ആ ടാസ്കിൽ അത് ചെയ്തില്ലേ, ഇവരത് കാട്ടി. അതില്ല. അതില്ലാത്തതുകൊണ്ട് ഒരു പണിപ്പുര മാത്രമുള്ള അതിൽ അടിയുണ്ടാക്കുന്ന പരിപാടി ഇപ്പം നിന്ന്. ഇപ്പോഴത്തെ പ്രശ്നം ബാക്കിയുള്ളവന് അവൻ്റെ മുകളിൽ അവളുടെ മുകളിൽ എന്തെങ്കിലും കുറ്റം കാണണം. അവിടെയാണ് ഈ വൃത്തിയായിട്ട സാധനങ്ങൾ കയറിപ്പോരുന്നത്. ഉമ്മ വെച്ചു, കെട്ടിപ്പിടിച്ചു, അലിഗേഷൻസ്. കാരണം അവർക്ക് വേറെ കണ്ടന്റ് കിട്ടാൻ വഴിയില്ല. എവിടെ നിന്ന് എടുത്തുകൊണ്ട് ഒരു കണ്ടന്റ് ഇല്ലല്ലോ, കണ്ടന്റ് കിട്ടണ്ടേ. ഇതിപ്പോൾ ശരിക്കും തുടങ്ങിയ 2 ആഴ്ച കഴിയുമ്പോഴേക്കൊക്കെ ശരിക്കും ചിലപ്പോൾ 1-2 പേരിലേക്കൊക്കെ ഇങ്ങനെ കുറേ കൂടി ഫോക്കസ്ഡ് ആയിട്ട് പോകാറുണ്ട്. അങ്ങനെ ഒരാളെ പറയാനേ ഇല്ല ശരിക്കും. അതെങ്ങനെയാണ് ശരി, ഗുണമാണോ ദോഷമാണോ ശരിക്കും സീസണെ? ഷോ മേക്കേഴ്സിന് ഗുണമാണ്. ബിഗ് ബോസിന് ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് അവർ ഉണ്ടാക്കാൻ വിചാരിക്കുന്നൊരു പാറ്റേൺ, 2 വർഷം എന്ന് പറയില്ല, കഴിഞ്ഞ വർഷം മുതൽ അവർ അഡാപ്റ്റ് ചെയ്തൊരു പാറ്റേൺ. രാജാവ് വേണ്ട, രാജാവില്ല, ഷോ ആണ് എന്ത് മെയിൻ. ബിഗ് ബോസ് ഷോ ആണ്, അതിനാണ് ഇമ്പോർട്ടൻസ്. ഉണ്ടാക്കിയ രാജാക്കന്മാരൊക്കെ അവരെ വെട്ടിയിട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ രാജാക്കന്മാർ വേണ്ട, രാജ്ഞിയും വേണ്ട, ഷോ ഏറ്റവും അടിപൊളി. ഷോനെ കുറിച്ച് പറയണം, ഷോ ആയിരിക്കണം വലുത്. ഈ പാറ്റേൺ അവർ ഇപ്രാവശ്യം പിടിക്കാൻ നോക്കിയോണ്ടാണ് ഈ ഒരു സെലക്ഷൻ വന്നത്, ഈ ഒരു കോൺസെപ്റ്റ് വന്നത്. ഇതിൽ എനിക്ക് ഉറപ്പാ ലാസ്റ്റ് വരെ പോയാലും നിങ്ങൾക്കൊരു രാജാവിനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ ഉണ്ടാവില്ല. ഉണ്ടാക്കിയ രാജാവ് ഉണ്ടല്ലോ കപ്പ് പിടിച്ചോളൂ സീസൺ 6 സീസണെ തൊലച്ചോളഞ്ഞ രാജാവ്. മറ്റേ സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ വർഷം കഴിഞ്ഞ് കൂടുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ സ്കൂൾ ലീഡർ ആയിരുന്നു എന്ന ആളെ പറ്റി പറയുമ്പോൾ നല്ല വാക്കുകളാണ് വരിക. നിങ്ങളുടെ സ്കൂൾ ലീഡറെ പറ്റിയിട്ട് പറയാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ സ്കൂൾ ലീഡറിനെ കുറിച്ച് പറഞ്ഞാലേ എൻ്റെ വാലിപ്പോ നിങ്ങൾ ബീപ്പടിച്ച് തെറി സാധനം നിർത്തി പോകേണ്ടി വരും. അങ്ങനത്തെ സ്കൂൾ ലീഡറാ. അപ്പൊ പറയും നിങ്ങളെല്ലാരും കൂടി അല്ലേ അയാളെ ലീഡർ ആക്കിയെന്നാണ് ചോദ്യം ഒപ്പം ഉണ്ട്. ചോദ്യം പറയാം, അതിന് ഉത്തരം കുറേ ഞാൻ പറഞ്ഞു മടുത്തതുമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആടാ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയത് സമ്മതിച്ച് അതങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ള സംഭവം. എന്തായാലും കണ്ട് ഗെയിം കുറച്ചുകൂടി ടഫാണ്, കോൺസെപ്റ്റ് അടിപൊളിയാണ്. പക്ഷെ അതനുസരിച്ച് കളിക്കുന്നുണ്ടോ എന്ന് മാത്രം സംശയം എന്ന് പറഞ്ഞു. എങ്കിലും ഒരാളെ എടുക്കാൻ പറഞ്ഞാൽ ആരാണ് കൊറോണ ഗെയിം മനസ്സിലാക്കി നിൽക്കുന്ന ഒരാൾ? BB7 ആരായിരിക്കും? ഗെയിം മനസ്സിലാക്കിയിട്ടില്ല, അവിടെയുള്ള എക്സിസ്റ്റൻസ് മനസ്സിലാക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, ഷാനവാസ് ഒന്ന് മെയിൻ. ഷാനവാസിന് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ അറിയാം. അനീഷ് പിടിച്ച് ഫ്രണ്ടാക്കി, ആദില നോറയുടെ ഏട്ടനായി, അനുമോളെ ഏട്ടനായി, അക്ബറിനോട് മറ്റേ സ്വന്തം ജീവിതകഥ പറഞ്ഞിട്ട് അക്ബറിനെ സൈഡാക്കി, അപ്പാനീനോട് ആദ്യം ഇമോഷണൽ സാധനം എടുത്തിട്ടിട്ട് ഇജ് പുറത്ത് അങ്ങനെയല്ല ഇജ് ഇപ്പൊ ഇന്നങ്ങനെ ആക്കി വെച്ചിട്ട് അക്ബർ മൈൻഡ് ഗെയിം തട്ടി. ഈ ചെങ്ങായിക്ക് അറിയാം അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ അറിയാം. സർവൈവൽ എന്താന്നുള്ളത് ഷാനവാസിന് മനസ്സിലായി. പണി പാളിയത് നെവിന്റെ വിഷയത്തിൽ മാത്രമാണോ?
പണി പാളിയിട്ടില്ലല്ലോ. ഒന്ന് ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോയത്. ഇല്ലല്ല, അയാൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അയാൾ കുറുക്കനാ. അയാൾ അപ്പാനീൻ്റെ അടുത്ത് അടിച്ച അതേ അടിയില്ല നെവിൻ്റെ അടുത്ത് അടിക്കണേ. അപ്പാനീനോട് എന്താ പറഞ്ഞേ? ഞാൻ പറയണില്ല, ഇന്നോട് അധികം പറഞ്ഞാൽ ഞാൻ പറയും. ഇതന്നെ നെവിൻ്റെ അടുത്ത് പറയണേ. പറയണില്ല, ഇനിയും പറയും. എന്താ പറയണ്ടേ? അത് പറയണില്ല. എന്നാൽ ലാലേട്ടൻ വരുമ്പോൾ മാപ്പി ചോദിക്കൊന്നും പറയുന്നുണ്ട്. എടാ ഏതോ സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നു. ശരി, ഇതൊക്കെ ഭയങ്കര വിസിബിൾ ആണ്. ഇപ്പോൾ നെവിൻ്റെ അടുത്ത് എടുക്കുന്ന കേസ്, അപ്പാൻ്റെ അടുത്ത് എടുക്കുന്ന കേസ്, ആതിര കേസ്. പക്ഷെ വിസിബിൾ അല്ലാതെ പക്ഷെ ഏറ്റവും ആൾ ക്രൂക്ഡ് ആവുന്നത് അനീഷിൻ്റെ കാര്യത്തിലാണോ? ആണ്. ആ സൗഹൃദം ഫേക്ക് ആണോ? ലാലേട്ടൻ വന്നൊരു സാധനം പൊട്ടിച്ചു. ഞാൻ ഈ സീസണിലെ കപ്പ് കൊടുക്കണമെങ്കിൽ ലാലേട്ടന് കൊടുക്കണം. ലാലേട്ടൻ വന്നിട്ട് അനീഷിനോട് മോനെ വാതിൽ തുറക്കും മോനെ, ഓപ്പൺ ആവും മോനെ. അനീഷ് മറ്റേ റോബോട്ട് വാതിൽ. മോഹൻലാൽ പറഞ്ഞു ഓപ്പൺ ആവാം. ഇങ്ങനെ നോക്കി, ഷാനവാസ് വാ, പിടിച്ച് ഫ്രണ്ടാക്കി. ഇപ്പൊ അനീഷ് മറ്റേ ഷാനവാസിന് വേണ്ടി മൗത്ത് പീസായി നടക്കുക. ഷാനവാസിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഗെയിം വന്നാലും അനീഷ് അതിൽ പെട്ടുപോകും. അനീഷിനെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാനവാസിനെതിരെ അനീഷിന് പോകണമെങ്കിൽ ശേഷം പാടാം. പിന്നെ ഉണ്ടായിരുന്ന ഒരു ചാൻസ്, ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുമ്പോൾ അനീഷ് ഷാനവാസിന്റെ ഭാഗം നിൽക്കാതിരിക്കേണ്ട ഒരു അവസ്ഥ വരിക. ഷാനവാസ് ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയത് ഒരു ഫേക്ക് സ്റ്റോറി എന്നുള്ളത് അവിടെ പൊളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ്. അതൊട്ട് സംഭവിച്ചതുമില്ല. മൂപ്പര് മറ്റേ മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് വിടുകയും ചെയ്തു. അതോടുകൂടി കംപ്ലീറ്റ് അനീഷിനാണ്. അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അനീഷ് പറയും ചെയ്തു ഷാനവാസിനോട്, ലാലേട്ടൻ വരുന്നവരുള്ളൂട്ടാ, ലാലേട്ടൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറുന്നു, വീക്കെൻഡ് വരെ ഉള്ളൂ. ഇത് ലാസ്റ്റ് എന്തായി? വന്ന് പിന്നെയും മച്ചാറിനെ കെട്ടി റിയാസിനെ കൊണ്ട് ടാസ്ക് കളിപ്പിച്ച് ഓർമ്മയില്ലേ? ആ ഫ്രണ്ടാണ് പറഞ്ഞത് ഐ ലവ് യു മൈ ഫ്രണ്ട് ആണ് കെട്ടിപ്പെടുന്നത്. അതോടുകൂടി അനീഷ് വിട്ടു. അത് കൃത്യമായിട്ട് പറയിപ്പിക്കുകയും ചെയ്തു. അത് പറയിപ്പിക്കുകയും ചെയ്തു. ലാലേട്ടൻ വീണ്ടും അത് വീക്കെൻഡ് എപ്പിസോഡിൽ വീണ്ടും പറയിപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞെന്ന് പറയുകയും ചെയ്തു. ശരിക്കും അനീഷ് ഒറ്റയാനായി പോയ അനീഷ് ഇപ്പൊ എന്തായി അറിയോ? മറ്റേ അത് ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നല്ലോ, ഇതുവരെ ഒറ്റയ്ക്ക് നിന്നു, പക്ഷെ ഞാൻ ഇപ്പൊ ലാസ്റ്റ് നോമിനേഷനിൽ പറയുകയും ചെയ്തല്ലോ പെട്ടുപോയി. അനീഷിന് ഇനി ഒരിക്കലും പോയിട്ട് ആര്യനോട് പോയിട്ട് കച്ചറ ഉണ്ടാക്കാൻ പറ്റും? അഭിലാഷിനോ നീനോട് പോയി കച്ചറ ഉണ്ടാക്കാൻ പറ്റുമോ? ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ആരെടുത്ത് പോയിട്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇത്രയും കണ്ടസ്റ്റൻസിനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഓഹോ ഇതിന് വെച്ച സാധനമായിരുന്നോ, ഇതെന്തുന്ന സാധനം നോക്കട്ടെ. അതിൽ വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങൾ ആരിലേക്ക് എത്തുന്നു, വിരൽ ചൂണ്ടുന്നു കൂടി വായിക്കാം. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. വർത്താനം മാത്രം, പ്രവൃത്തിയിലില്ലാത്തവരായിരിക്കും. ഞങ്ങളെ സീസണിലോ? ഞങ്ങളെ സീസണിൽ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളൊരു ഓപ്ഷൻ ജാൻമണിയായിട്ട് തോന്നി എനിക്ക്. ജാൻമണി എല്ലാവരോടും കയറി ഫൈറ്റ് ചെയ്യും, ഒപ്പം ശരിയാക്കി തരും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ജാൻമണി ചായ ഉണ്ടാക്കി തരുമോ, ബാക്കമോൻ, അങ്ങനെയാണ് ജാൻമണി. ജാൻമണി ആകെ പൊട്ടിത്തെറിയാ, നോറനായിട്ട് പൊരിഞ്ഞടി കേട്ടോ. ഒരു ദിവസം നോക്കുമ്പോൾ എന്തോ സാധനം ഉണ്ടാക്കിയിട്ട് എന്നോടാ ടേസ്റ്റ് നോറന്നെ എന്നോട് കുറച്ചുകൂടി അടി ഉണ്ടാക്കി ടേസ്റ്റ് ഒക്കെ വരുന്നു. അവരങ്ങനെയായിരുന്നു. ഔട്ടായാലും പറയാൻ പറ്റുമോ? ഒക്കെ പറയാം, മൊത്തം സീസണിൽ പറയാം അല്ലേ? റന ഫാത്തിമയാണ്. കുറെ അലമ്പും കച്ചറൊക്കെ ഉണ്ടാക്കിയാലും സൗണ്ട് എല്ലാം കൊണ്ടും ഒരു അലമ്പ് ഉണ്ടാക്കണം എന്നാണെങ്കിലും ആള് അത്ര വലിയ പ്രശ്നക്കാരിയായിരുന്നില്ല. ബാക്കിയുള്ളവർക്ക് അത്ര സീനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറെ മച്ചിമൊളി ഉണ്ടാക്കും, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പട്ടിയുടെ പോലെ 12 കൊല്ലം കുഴലിട്ടാലും നീ വരില്ല. അനീഷ് സീസൺ 7 പെട്ടി പൊക്കി അന്ന് മുതൽ ജയറാമിന് വരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് മുതലുള്ളത് ഇന്നും സുപ്രഭാതം ബിഗ് ബോസ് അയാൾ ആ ഒരു സാധനത്തിൽ നിന്ന് ഒരു മാറ്റം അയക്കില്ല. അയാൾ മാറിയിട്ടേ ഇല്ല. അയാൾ ഇന്നും അതന്നെ, അന്നും അതന്നെ, അയാൾ ഇന്നും അതന്നെ. അത് മാറ്റേണ്ടതാണ്, മാറാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്താ അറിയോ, ഈ പട്ടീൻ്റെ കാല് 12 കൊല്ലം നിവരില്ലാറിന പോലെ അയാൾ മാറില്ല. അയാളുടെ പ്ലസ്സും അതാണ്, അയാളുടെ നെഗറ്റീവും അതാണ്. സീസൺ 6 സീസൺ 6 ജിൻഡോ കള്ളൻ, അന്നും കള്ളൻ, പുറത്തും കള്ളൻ, അകത്തും കള്ളൻ, കള്ളനോട് കള്ളൻ. അതിപ്പോഴാണ് അഭിപ്രായം. സീസൺ 6 അന്നേ പറഞ്ഞിട്ടില്ല കാട്ടുകള്ളൻ. അത് ഒരു മാറ്റമില്ല, അന്നും അതന്നെ, അത് മാറാൻ പോണില്ല. പിന്നെ സദാചാരമാണ് സാറേ എൻ്റെ മെയിൻ. സദാചാരമാണ് സാറേ എൻ്റെ മെയിൻ. അത് ഈ സീസൺ വന്നത്. ഞങ്ങളെ സീസണിൽ അങ്ങനെ ഒരു എലിഗേഷൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാലും കൂട്ടത്തിലാരായിരുന്നു കുറച്ച് തമ്മിൽ ഭേദം തമ്മിലാരായിരുന്നു ഭയങ്കര സദാചാരം പറഞ്ഞു. ചിലപ്പോൾ പുറത്ത് പോകുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ അവിടെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നുള്ള സാധനം എന്തെങ്കിലും കൊണ്ടുവരാറുണ്ടായിരുന്ന പറഞ്ഞിട്ടുണ്ട് പലരും. അപ്സര പറഞ്ഞിട്ടുണ്ട്, ശരണ്യ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ മോശം ആസ്പെക്റ്റിലല്ല. അവർ ശരിക്ക് എനിക്ക് തോന്നുന്നത് എന്തോ ഈ ജാസ്മിൻ ഗബ്രി കണ്ട സമയത്ത് അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ അതങ്ങനെ വിസിബിൾ ആയിട്ട് അങ്ങനെ കയറി അടിച്ചിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു സാധനത്ത് കൊണ്ടുപോയിട്ടില്ല. ഈ സീസണിൽ പിന്നെ ഷാനവാസ്
അനുമോള്, ജിഷിൻ, എല്ലാ കുറെ ആൾക്കാരുണ്ട് ഈ സീസണിൽ. ഈ സീസണിൽ അത് ഇല്ലാത്തത് അത് പക്ഷെ ആ 3 പേരും സീരിയൽ ബേസ് ആണ്, അതുകൊണ്ട് കൂടിയാണോ അല്ല, സീരിയൽ അല്ലാത്ത ഉണ്ട് എന്നുള്ള ഒരു ഇതുണ്ടോ? നോ അവർ ബേസിക്കലി ഇപ്പോൾ ജിഷിന്റെ കാര്യം തന്നെ നോക്കിയത് കഴിഞ്ഞ ദിവസം ഫുഡിന് അടി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചത് അത് അയാളെന്തോ നോൺ വെജ് എന്നാണ്. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ഞാൻ സ്ഥിരം ലൈവ് കാണുന്ന ഓഡിയൻ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായത് തലേ ദിവസം പീരിയഡ്സ് ഉള്ള അനുമോള് റിയാസിനോട് കൃത്യമായി പറയുന്നുണ്ട് പീരിയഡ്സ് ആണ് വയ്യ എന്നുള്ളത്. അതേ അനുമോള് പിറ്റേ ദിവസം അടുക്കളയിൽ കണ്ടപ്പോൾ ജിഷിന് പൊട്ടി. പക്ഷെ അത് അതിനകത്ത് ആർക്കും മനസ്സിലായില്ല. അത് ആ ഒരു സാധനം ചോദിച്ചിരുന്ന ജിഷിൻ ചഴി പെട്ടുപോയിന്ന്. അത് അനുമോളല്ല വേറെ ആരെങ്കിലും ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ജിഷിന് ആലമ്പിന് വരൂല്ല, പ്രശ്നത്തിന് വരൂല്ല. കാരണം അത്രയും ദിവസം ആ വീട്ടിൽ ഇതേപോലെ വെജും നോൺ വെജും മിക്സ് ആയിട്ടുണ്ടാക്കി. അന്നൊന്നും ജിഷിന് കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ അത് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നുള്ള രീതിയിലേക്ക് വരെ അത് വന്നു. അത് ഇതുകൊണ്ടാണ് ജിഷിന് അത് പുറത്തു പറയാൻ പറ്റില്ല. പുറത്തു പറഞ്ഞാൽ ജിഷിൻ കുടുങ്ങിയില്ലേ, ഭയങ്കര സീനാവില്ലേ അത്. ജിഷിൻ നോക്കുമ്പോൾ എന്താ അനുമോള ഉണ്ടാക്കണം, അനുമോള് തലേ ദിവസം പീരിയഡ്സ് ഈ എന്തോ 3-4 ദിവസം അടുക്കള കയറാൻ പാടില്ല. ജിഷിൻ പറയും ചെയ്തു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കൃത്യമായിട്ട് അങ്ങനെ ഒരു കസ്റ്റം ഫോളോ ചെയ്യുന്ന, അതായത് ബേസിക്കലി ഒരു വെജിറ്റേറിയൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാന്നൊക്കെ. അങ്ങനെയുള്ള ഒരു ഇത് എന്താണെങ്കിലും ഫോളോ ചെയ്യും, അവർ ഫോളോ ചെയ്യാതിരിക്കില്ല. എനിക്കാണ് തോന്നുന്നു, ഞാൻ പറയുന്നില്ല. അത് വരികയാണെങ്കിൽ പിന്നെ വേറെ രീതിയിലേക്ക് അത് മാറും. അത് അറിയണോണ്ട് പിന്നെ മൂപ്പര് മുക്കിയതാ തോന്നുന്നുള്ളത്. ഞങ്ങളെ സീസണിൽ അങ്ങനെ ഉണ്ട്. ജിൻഡോ അയ്യോ മാറിപ്പോയി, സോറി. ആണോ? ഉണ്ടായിരുന്നു സദാചാരമാണ്. അയ്യോ സദാചാരം ഉണ്ടോന്നോ, മെയിനായിരുന്നില്ലേ, കുറെ മെഡൽ വാങ്ങുമല്ലോ. അല്ലല്ല അയക്കുണ്ടായിരുന്നു, അയാൾ ഭയങ്കര സദാചാരം പറഞ്ഞിരുന്നു. സ്വന്തം ജീവിതത്തിൽ സദാചാരത്തിന്റെ സാവായിട്ട് ജാപോരില്ല, ജാരൻ ഉണ്ടാവും ചിലപ്പോൾ അയക്ക്. ലേശം കുത്തിത്തിരിപ്പ് പ്ലസ് ലേശം പരദൂഷണം സമം ഈസിക്കൽ ടു ലേശം കുത്തിത്തിരിപ്പ്. ഈ സീസൺ 7 ഇറ്റ്സ് ഓബിയസ്ലി ഒന്ന് ബിന്നിയാണ്. പിന്നെ അക്ബർ ഒരു പരിധി വരെ ഉണ്ട്. പരദൂഷണം ഇല്ലെങ്കിലും കുത്തിത്തിരിപ്പുണ്ട്. പരദൂഷണം കുറവാ, കുത്തിത്തിരിപ്പ് എന്താണെങ്കിലും ഉണ്ട്. 6-ലാണെങ്കിലോ 6-ല് കുത്തിത്തിരിപ്പ് പ്ലസ് പരദൂഷണം. അങ്ങനെ പരദൂഷണം കുത്തിത്തിരിപ്പ് പാരാ പറഞ്ഞേ? പരദൂഷണം കുത്തിത്തിരിപ്പ് പറഞ്ഞ ആൾക്കാർ, കുത്തിത്തിരിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കറിയാം. കണ്ടവനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. കമ്പനിക്ക് അടിച്ചു. പരദൂഷണം നന്ദന നന്ദു പറഞ്ഞിട്ടുണ്ട്. നന്ദു രാത്രി ആകുമ്പോ മറ്റേ സാധനം സിട്രസ് എടുത്ത് വെട്ടാൻ വരും. ആ കാര്യത്തിൽ ആംഗലും പെങ്ങളും ഒന്നാണ് ചേട്ടാ. മറ്റേ ഞാനും കൂട്ടുന്നുണ്ട്, നന്ദുണ്ട്. സാധനമുണ്ട്. മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല. ഞങ്ങളെ സീസണില് ആരായിരുന്നു? ഞാന്, അപ്സര, നന്ദന, സിജു. പക്ഷെ അന്നൊന്നും ഈ മോഷണം ഭയങ്കര വിഷയമായിട്ട് പറഞ്ഞിരുന്നില്ല. ഞങ്ങളെ സീസണിലാണ് കളവിന്റെ എക്സ്ട്രീം നടന്നിട്ടുണ്ട്. കട്ട് 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 മുട്ടിക്കായിരുന്നു. ആ കാര്യത്തിൽ ഞാനും ജിൻഡോ പാർട്ണർഷിപ്പായിരുന്നു. രാവിലെ ചായ ഉണ്ടാക്കും, കട്ട് കൊണ്ടുപോയി ഫ്ലാസ്കിൽ ഒളിപ്പിച്ച് വെക്കും, രാത്രി ആകുമ്പോൾ പിന്നെയും ചൂടാക്കി കുടിക്കും, മുട്ട ഓവനിൽ വെച്ച് തിന്നും. ജാൻമണിനെ പറ്റിക്കാൻ സുഖം. ജാൻമണിന്റെ കീ അടിച്ചു മാറ്റും, മുട്ടേന്റെ ട്രേ അടക്കം അടിച്ചു മാറ്റും. അന്ന് മോഷണം അത്രത്തോളം പുറത്തു വിടാതെ ഇന്ന് വിടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഇന്ന് വേറെ കണ്ടന്റ് ഇല്ലല്ലോ, വിട്ടല്ലേ പറ്റൂ. സീസൺ 7 ടോപ്പ് 3 ആരായിരിക്കും? ടോപ്പ് 3 ഒന്ന് മോഹൻലാൽ, ഒന്ന് സർഗോ, ഒന്ന് അഞ്ജന നമ്പ്യാർ. ഞാനിവിടെ ഇരിക്കുന്ന സീറ്റിൽ ടോപ്പ് 3 എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത്, പക്ഷെ ഇത്രയും ബെസ്റ്റ് ടോപ്പ് 3 കിട്ടിയിട്ടില്ല. പറയും അഞ്ജന ഫോർ ദ ബെസ്റ്റ് ഇന്റർവ്യൂ, ലാലേട്ടൻ ഫോർ ദ ബെസ്റ്റ് ഹോസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ്, സർഗോ ഫോർ സഹിക്കൽ ഓൾ ദിസ് കണ്ടസ്റ്റന്റ്. മൂന്നാണ് ഞാൻ മൂന്നാക്കി കൊടുക്കും, അല്ലാതെ ആർക്ക് കൊടുക്കും? ലാലേട്ടൻ തന്നെ നിന്നിട്ട് മറ്റേ കൈ പൊക്കണത് ലാലേട്ടനെ തന്നെ പൊക്കേണ്ടി വരും അവസാനം. എങ്ങനെയാണോ ഞാൻ നോക്കുമ്പോഴേ ലാലേട്ടൻ പണിയെടുത്ത് ചാവുന്നുണ്ട്. ഈ കണ്ടസ്റ്റൻസിനെ മേക്കാൻ ഇതിന്റെ ഷോ ഡയറക്ടർ വെള്ളം കുടിക്കുന്നുണ്ട്. കാരണം എന്താ, അനീഷ് ഒരു ടാസ്ക് ചെയ്യാൻ സമ്മതിക്കില്ല. മോർണിംഗ് ടാസ്കിന് വിളിച്ചാൽ അനീഷ് എനിക്ക് പറയണം ഇതൊരു 1/4 മണിക്കൂർ, ഇത് എവിടെ എഡിറ്റ് ചെയ്യും, ഇത് എവിടെ വെക്കും, അതും പറ്റില്ല. അനുമോള് വായ ഓർന്ന മറ്റേ കുല പ്രോ വേർഷൻ ആകെ മൊത്തം അയാളത് സഹിക്കുന്നു. അഞ്ജന ഇറങ്ങിക്കഴിഞ്ഞ ആദ്യം ഇന്റർവ്യൂവിൽ എന്താണ് 36 ഫസ്റ്റ് സ്കോറിങ്, ആദ്യം എക്സ്ക്ലൂസീവ് അടിച്ചിരുത്തും 36. ഈ 3 ആള് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടസ്റ്റൻസ് വരുന്നുള്ളൂ. അഞ്ജനയ്ക്കോ എനിക്ക് തോന്നുന്നു ലാലേട്ടനേക്കാൾ കൂടുതലല്ലേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അവർക്ക് വരാണ്. ഇന്റെ ടോപ്പ് 3 വരാ. ഇനിയിപ്പോ കണ്ടസ്റ്റൻസ് വോട്ട് ബാങ്ക് വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. അനീഷ്, ഷാനവാസ്, അനുമോള് 3 പേർക്കും സ്ട്രോങ് വോട്ട് ബാങ്കാ. നൂറയ്ക്ക് ഉണ്ട് വോട്ട് ബാങ്ക് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല.